നമസ്കാരം കുഞ്ഞുങ്ങളെ, സുഖമായിരിക്കുന്നല്ലോ? സന്തോഷമാണോ? കഴിഞ്ഞ ക്ലാസ്സിലെ നോട്ട് എഴുതിയെടുത്ത് പഠിച്ചല്ലോ? കോപ്പി ബുക്കിൽ ഭംഗിയായി എഴുതിയോ? മിടുക്കര. ഇന്ന് നമുക്ക് 7ാമത്തെ പാഠത്തിന്റെ ടെസ്റ്റ് പേപ്പർ ഉണ്ട്. ഭംഗിയായി പഠിക്കണം. 4 വരി പദ്യം പഠിക്കാൻ മറക്കരുത് കേട്ടോ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 8ാമത്തെ പാഠമാണ്, നെന്മണി. ലോകപ്രശസ്ത എഴുത്തുകാരനായ ലിയോ ടോൾസ്റ്റോയുടെ ഇത്ര വലിയ നെന്മണിയോ എന്ന ചെറുകഥയെ ആസ്പദമാക്കിയാണ് നെന്മണി എന്ന നാടകം എഴുതിയിട്ടുള്ളത്. ഈ നാടകത്തിൽ 4 രംഗങ്ങളുണ്ട്. 1ാമത്തെ രംഗത്തിൽ രാജാവും മന്ത്രിയും സൈന്യാധിപനും ഒരു സഞ്ചാരിയുമുണ്ട്. കുഞ്ഞുങ്ങളെ, ഇതുകൂടാതെ 3 കൃഷിക്കാർ കൂടെ ഈ നാടകത്തിലെ 2, 3, 4 രംഗങ്ങളിലുണ്ട്. ടീച്ചർ പുസ്തകം വായിക്കുകയാണ്, ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. പാഠം 8, നെന്മണി. കർട്ടൻ ഉയരുന്നു. രാജകൊട്ടാരത്തിലെ ദർബാർ ഹാൾ. സിംഹാസനത്തിൽ രാജകീയ വേഷങ്ങളോടെ രാജാവ്, മന്ത്രിയും സൈന്യാധിപനും അടുത്തുണ്ട്. മന്ത്രി എഴുന്നേറ്റ് രാജാവിനെ വണങ്ങിയിട്ട്, മന്ത്രി, തിരുമേനി, കാർഷിക ആചാരമനുസരിച്ച് ജനങ്ങൾ കാഴ്ചദ്രവ്യങ്ങളുമായി എത്തിയിട്ടുണ്ട്. വരാൻ ആജ്ഞാപിച്ചാലും. രാജാവ്, അങ്ങനെയാവട്ടെ. ജനങ്ങൾ ഓരോരുത്തരായി വരുന്നു. ചെറുതും വലുതുമായ പൊതികൾ കാഴ്ചവയ്ക്കുന്നു. രാജാവിനെ വണങ്ങി സമ്മാനം വാങ്ങി പോകുന്നു. അല്പം കഴിഞ്ഞ് കാഴ്ചപ്പൊതികൾ മന്ത്രി തുറക്കുന്നു. അദ്ദേഹം ഞെട്ടുന്നു. പൊതികളിൽ അച്ചാർ ഭരണികൾ, വറ്റൽക്കൂടുകൾ, സൗന്ദര്യവർദ്ധിത വസ്തുക്കൾ, മുറുക്കുകൾ, ഉമിക്കരി, കുപ്പിയിലടച്ച വെള്ളം എന്നിവ മന്ത്രി നിരത്തുന്നു. ഇത് കണ്ട് കോപത്തോടെ രാജാവ്, മന്ത്രി, എന്താ ഇത്? കാർഷിക ആചാരമനുസരിച്ച് നമ്മുടെ രാജ്യത്ത് വിളയുന്ന സാധനങ്ങളല്ലേ കൊണ്ടുവരേണ്ടത്? നെല്ല്, തേങ്ങ, വെള്ളരി, പയർ, പാവയ്ക്ക, വാഴക്കുല തുടങ്ങിയവ. അതാണല്ലോ ആചാരം. കഷ്ടം, ഇത് അധപ്പതനം തന്നെ. രാജാവ് തല താഴ്ത്തിയിരിക്കുന്നു. ഈ സമയത്ത് ഒരു സഞ്ചാരിയുടെ വേഷത്തിൽ ഒരാൾ പ്രവേശിക്കുന്നു. അയാളുടെ പക്കൽ ഒരു പൊതി സമർപ്പിക്കാനാണ് അയാൾ വന്നത്. ഇത് കണ്ട് ക്രുദ്ധനായി രാജാവ്. ടീച്ചർ ഒരിക്കൽ കൂടെ വായിക്കുകയാണ്, ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. കർട്ടൻ ഉയരുന്നു. രാജകൊട്ടാരത്തിലെ ദർബാർ ഹാൾ. സിംഹാസനത്തിൽ രാജകീയ വേഷങ്ങളോടെ രാജാവ്, മന്ത്രിയും സൈന്യാധിപനും അടുത്തുണ്ട്. മന്ത്രി എഴുന്നേറ്റ് രാജാവിനെ വണങ്ങിയിട്ട്, മന്ത്രി, തിരുമേനി, കാർഷിക ആചാരമനുസരിച്ച് ജനങ്ങൾ കാഴ്ചദ്രവ്യങ്ങളുമായി എത്തിയിട്ടുണ്ട്. വരാൻ ആജ്ഞാപിച്ചാലും. രാജാവ്, അങ്ങനെയാവട്ടെ. ജനങ്ങൾ ഓരോരുത്തരായി വരുന്നു. ചെറുതും വലുതുമായ പൊതികൾ കാഴ്ചവയ്ക്കുന്നു. രാജാവിനെ വണങ്ങി സമ്മാനം വാങ്ങി പോകുന്നു. അല്പം കഴിഞ്ഞ് കാഴ്ചപ്പൊതികൾ മന്ത്രി തുറക്കുന്നു. അദ്ദേഹം ഞെട്ടുന്നു. പൊതികളിൽ അച്ചാർ ഭരണികൾ, വറ്റൽക്കൂടുകൾ, സൗന്ദര്യവർദ്ധിത വസ്തുക്കൾ, മുറുക്കുകൾ, ഉമിക്കരി, കുപ്പിയിലടച്ച വെള്ളം എന്നിവ മന്ത്രി നിരത്തുന്നു. ഇത് കണ്ട് കോപത്തോടെ രാജാവ്, മന്ത്രി, എന്താ ഇത്? കാർഷിക ആചാരമനുസരിച്ച് നമ്മുടെ രാജ്യത്ത് വിളയുന്ന സാധനങ്ങളല്ലേ കൊണ്ടുവരേണ്ടത്? നെല്ല്, തേങ്ങ, വെള്ളരി, പയർ, പാവയ്ക്ക, വാഴക്കുല തുടങ്ങിയവ. അതാണല്ലോ ആചാരം. കഷ്ടം, ഇത് അധപ്പതനം തന്നെ. രാജാവ് തല താഴ്ത്തിയിരിക്കുന്നു. ഈ സമയത്ത് ഒരു സഞ്ചാരിയുടെ വേഷത്തിൽ ഒരാൾ പ്രവേശിക്കുന്നു. അയാളുടെ പക്കൽ ഒരു പൊതി സമർപ്പിക്കാനാണ് അയാൾ വന്നത്. ഇത് കണ്ട് ക്രുദ്ധനായി രാജാവ്. കുഞ്ഞുങ്ങളെ, നാടകം ആരംഭിക്കുന്നു. കർട്ടൻ ഉയരുന്നു. ടീച്ചർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കണ്ടോ, വേദിയിൽ രാജാവും മന്ത്രിയും സൈന്യാധിപനുമുണ്ട്. മന്ത്രി എഴുന്നേറ്റിട്ട് രാജാവിനെ വണങ്ങുന്നു. വണങ്ങുക, വന്ദിക്കുക, വണങ്ങുക,
വന്ദിക്കുക. എന്നിട്ട് മന്ത്രി രാജാവിനോട് പറയുന്നു, തിരുമേനി, കാർഷിക ആചാരമനുസരിച്ച് ജനങ്ങൾ കാഴ്ചദ്രവ്യങ്ങളുമായി എത്തിയിട്ടുണ്ട്, വരാൻ ആജ്ഞാപിച്ചാലുമെന്ന് പറയുന്നു. രാജാവ് അതിന് മറുപടിയായി അങ്ങനെയാവട്ടെ എന്ന് ഉത്തരം പറയുന്നു. നാടകം ആരംഭിക്കാൻ പോവുകയാണ് കുഞ്ഞുങ്ങളെ. കർട്ടൻ ഉയരുന്നു. ടീച്ചർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വേദിയിൽ രാജാവും മന്ത്രിയും സൈന്യാധിപനും ഉണ്ട്. മന്ത്രി എഴുന്നേറ്റ് രാജാവിനെ വണങ്ങുന്നു. എന്നിട്ട് മന്ത്രി രാജാവിനോട് പറയുന്നു, കാർഷിക ആചാരം അനുസരിച്ച് ജനങ്ങൾ കാഴ്ചദ്രവ്യങ്ങളുമായി എത്തിയിട്ടുണ്ട്. എന്താണ് കാഴ്ചദ്രവ്യങ്ങൾ? കാഴ്ചവെക്കുന്ന സാധനം. കാഴ്ചദ്രവ്യം കാഴ്ചവെക്കുന്ന സാധനം. രാജാവ് പറഞ്ഞു അവരടുത്ത് വരാൻ പറയൂ എന്ന്. ജനങ്ങൾ വന്ന് ചെറുതും വലുതുമായ കാഴ്ചദ്രവ്യങ്ങൾ കാഴ്ചവെക്കുന്നു. രാജാവിനെ വണങ്ങിയിട്ട് സമ്മാനം വാങ്ങി പോകുന്നു. ജനങ്ങൾ എന്തു ചെയ്യുന്നു? ജനങ്ങൾ വന്ന് ചെറുതും വലുതുമായ പൊതികൾ കാഴ്ചവെക്കുന്നു. എന്നിട്ട് രാജാവിനെ വണങ്ങി സമ്മാനം വാങ്ങി പോകുന്നു. കുഞ്ഞുങ്ങളെ, കാഴ്ചദ്രവ്യം അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? ടീച്ചർ പറഞ്ഞു തരാം. പണ്ടുകാലങ്ങളിൽ കൃഷിക്കാർ വിളവെടുപ്പ് നടത്തുമ്പോൾ അതിലെ ഏറ്റവും മികച്ചത് രാജാവിനെ കാഴ്ചയായി അർപ്പിക്കുമായിരുന്നു. അത് നിങ്ങൾ സിനിമയിലെല്ലാം കണ്ടിട്ടില്ലേ? അതുപോലെ ഈ നാടകത്തിലും എല്ലാ ജനങ്ങളും കാഴ്ചദ്രവ്യം അർപ്പിക്കുന്നു. എന്താണ് കാഴ്ചദ്രവ്യം അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ, പണ്ട് കാലങ്ങളിൽ വിളവെടുപ്പ് നടത്തുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായത് അഥവാ ഏറ്റവും മികച്ചത് രാജാവിനെ കാഴ്ചയായി അർപ്പിക്കുന്നു. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ? സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. അതുപോലെ ഈ നാടകത്തിൽ എല്ലാ ജനങ്ങളും കാഴ്ചദ്രവ്യങ്ങൾ രാജാവിന് അർപ്പിക്കുന്നു. കുറേ സമയം കഴിഞ്ഞപ്പോൾ മന്ത്രി ഈ കാഴ്ചപ്പൊതികളെ തുറന്നു നോക്കുന്നു. കുറേ സമയം കഴിഞ്ഞപ്പോൾ മന്ത്രി എന്തു ചെയ്യുന്നു? ഈ കാഴ്ചപ്പൊതികളെ അഴിച്ചു നോക്കുന്നു. മന്ത്രി ഈ കാഴ്ചപ്പൊതികൾ കണ്ടിട്ട് ഞെട്ടിപ്പോകുന്നു. കാരണം എന്താണെന്ന് നോക്കിക്കേ. പൊതിയിൽ എന്താണുള്ളതെന്ന് നോക്ക്. പൊതികളിൽ അച്ചാർ ഭരണികൾ, വറ്റൽക്കൂടുകൾ, സൗന്ദര്യവർദ്ധിത വസ്തുക്കൾ, മുറുക്കുകൾ, ഉമിക്കരി, കുപ്പിയിലടച്ച വെള്ളം എന്നിവ മന്ത്രി നിരത്തിവെക്കുന്നു. പൊതികളിൽ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്? അച്ചാർ ഭരണികൾ, വറ്റൽക്കൂടുകൾ, സൗന്ദര്യവർദ്ധിത വസ്തുക്കൾ, മുറുക്കുകൾ, ഉമിക്കരി, കുപ്പിയിലടച്ച വെള്ളം എന്നിവ മന്ത്രി നിരത്തുന്നു. മന്ത്രി എന്താണ് നിരത്തി വെച്ചത്? പൊതികളിൽ എന്തെല്ലാം ഉണ്ടായിരുന്നു? ഒരു ചോദ്യമാണ്. പൊതികളിൽ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്? അച്ചാർ ഭരണികൾ, വറ്റൽക്കൂടുകൾ, സൗന്ദര്യവർദ്ധിത വസ്തുക്കൾ, മുറുക്കുകൾ, ഉമിക്കരി, കുപ്പിയിലടച്ച വെള്ളം എന്നിവയാണ് ഉണ്ടായിരുന്നത്. ഇത് കണ്ടിട്ട് രാജാവ് കോപത്തോടെ ചോദിക്കുന്നു, എന്താ ഇത് മന്ത്രി? കാർഷിക ആചാരം അനുസരിച്ച് നമ്മുടെ രാജ്യത്ത് വിളയുന്ന സാധനങ്ങളല്ലേ കൊണ്ടുവരേണ്ടത്? രാജാവിനിത് കണ്ടപ്പോൾ ദേഷ്യം വന്നു. എന്നിട്ട് രാജാവ് ചോദിച്ചു, കാർഷിക ആചാരം അനുസരിച്ച് നമ്മുടെ രാജ്യത്ത് വിളയുന്ന സാധനങ്ങളല്ലേ കൊണ്ടുവരേണ്ടതെന്ന്. എന്താണ് കുഞ്ഞുങ്ങളെ കാർഷിക ആചാരം അനുസരിച്ച് കൊണ്ടുവരുന്നതെന്ന് നോക്കിക്കേ. നെല്ല്, തേങ്ങ, വെള്ളരി, പയർ, പാവയ്ക്ക, വാഴക്കുല തുടങ്ങിയവ. കാർഷിക ആചാരം അനുസരിച്ച് കാഴ്ചവെക്കാൻ കൊണ്ടുവരുന്ന സാധനങ്ങൾ എന്തെല്ലാമാണ്? നെല്ല്, തേങ്ങ, വെള്ളരി, പയർ, പാവയ്ക്ക, വാഴക്കുല തുടങ്ങിയവ. കാർഷിക ആചാരം അനുസരിച്ച് കാഴ്ചവെക്കാൻ കൊണ്ടുവരേണ്ട സാധനങ്ങൾ എന്തെല്ലാമാണ്? നെല്ല്, തേങ്ങ, വെള്ളരി, പയർ, പാവയ്ക്ക, വാഴക്കുല തുടങ്ങിയവ. അതാണല്ലോ കൊണ്ടുവരേണ്ടതെന്ന് രാജാവ് പറഞ്ഞു. എന്നിട്ട് രാജാവ് പറയുന്നു, ഇത് അധപ്പതനം തന്നെ, ഇതൊരു തകർച്ച തന്നെ എന്ന് പറഞ്ഞിട്ട് രാജാവ് തലതാഴ്ത്തിയിരിക്കുന്നു. രാജാവിന് എന്തുകൊണ്ടാണ് തലതാഴ്ത്തേണ്ടി വന്നത്? കാർഷിക ആചാരപ്രകാരം സാധാരണയായിട്ട് കൊണ്ടുവരുന്ന കാഴ്ചദ്രവ്യങ്ങൾ നെല്ല്, തേങ്ങ, വെള്ളരി, പയർ, പാവയ്ക്ക, വാഴക്കുല തുടങ്ങിയവയാണ്. എന്നാൽ ഇപ്പോൾ ജനങ്ങൾ എന്താണ് കൊണ്ടുവച്ചിരിക്കുന്നത്? അച്ചാർ ഭരണികൾ,
വറ്റൽക്കൂടുകൾ, സൗന്ദര്യവർദ്ധിത വസ്തുക്കൾ, മുറുക്കുകൾ, വറ്റൽക്കൂടുകൾ, ഉമിക്കരി, കുപ്പിയിലടച്ച വെള്ളം എന്നിവയാണ് കൊണ്ടുവന്നത്. ഇത് കണ്ടപ്പോൾ രാജാവ് എന്തു ചെയ്തു? തല താഴ്ത്തി ഇരുന്നു. കുഞ്ഞുങ്ങളെ, രാജാവ് തല താഴ്ത്തിയിരുന്ന സമയത്തുണ്ടല്ലോ, അവിടെ ഒരു സഞ്ചാരി എത്തുന്നു. ആരാണ് എത്തിയത്? സഞ്ചാരി. സഞ്ചാരി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമോ? പതിവായി യാത്ര ചെയ്യുന്ന ആളിനെയാണ് സഞ്ചാരി എന്ന് പറയുന്നത്. സഞ്ചാരി അർത്ഥം എന്താണ്? പതിവായി യാത്ര ചെയ്യുന്ന ആൾ. ആ സമയത്ത് ഒരു സഞ്ചാരി അവിടെ എത്തുന്നു. അയാളുടെ പക്കൽ ഒരു പൊതിയുണ്ട്. ആ സഞ്ചാരിയുടെ പക്കൽ എന്താണുള്ളത്? ഒരു പൊതിയുണ്ട്. അത് സമർപ്പിക്കാനാണ് അയാൾ വന്നത്. സഞ്ചാരി എന്തിനാണ് കൊട്ടാരത്തിൽ വന്നത്? അയാളുടെ കയ്യിലുണ്ടായിരുന്ന പൊതി സമർപ്പിക്കാനാണ് സഞ്ചാരി കൊട്ടാരത്തിൽ വന്നത്. സഞ്ചാരി കൊട്ടാരത്തിൽ എന്തിനാണ് വന്നത്? അയാളുടെ കയ്യിലുണ്ടായിരുന്ന പൊതി സമർപ്പിക്കാനാണ് അയാൾ അവിടെ എത്തിയത്. കുഞ്ഞുങ്ങളെ, അത് കണ്ടപ്പോൾ രാജാവ് ക്രുദ്ധനായി. എന്താ ക്രുദ്ധനാവുക? കോപിച്ചു. രാജാവിന് അത് കണ്ടപ്പോൾ ദേഷ്യം വന്നു. വീണ്ടും ഒരു പൊതി കണ്ടപ്പോൾ രാജാവ് എന്ത് ചെയ്തു? ക്രുദ്ധനായി. രാജാവ് കുപിതനായി. ദേഷ്യപ്പെട്ടിട്ട് രാജാവ് പറഞ്ഞു, ഇത് നമ്മുടെ രാജ്യത്ത് കൃഷി ചെയ്ത സാധനമല്ലെങ്കിൽ കൊണ്ടുപോയിക്കൊള്ളൂ എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇത് നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്ത സാധനമല്ലെങ്കിൽ കൊണ്ടുപോകാനാണ് രാജാവ് കോപത്തോടെ പറഞ്ഞത്. മനസ്സിലായല്ലോ ഇത്രയും? കുഞ്ഞുങ്ങളെ, ടീച്ചർ ഈ ഭാഗത്തിലെ അർത്ഥവും ഉത്തരമെഴുതുകയും പറയുകയാണ്. ഈ ഭാഗത്തിലെ അർത്ഥവും ഉത്തരമെഴുതുകയും പറയുകയാണ്. അർത്ഥം: കാഴ്ചദ്രവ്യം, കാഴ്ചവയ്ക്കുന്ന സാധനം. കാഴ്ചദ്രവ്യം, കാഴ്ചവയ്ക്കുന്ന സാധനം. വണങ്ങുക, വന്ദിക്കുക. വണങ്ങുക, വന്ദിക്കുക. ആജ്ഞ, ഉത്തരവ്. ആജ്ഞ, ഉത്തരവ്. കാഴ്ചദ്രവ്യം, കാഴ്ചവയ്ക്കുന്ന സാധനം. വണങ്ങുക, വന്ദിക്കുക. ആജ്ഞ, ഉത്തരവ്. ഉത്തരമെഴുതുക. ജനങ്ങൾ കാഴ്ചദ്രവ്യങ്ങളായി കൊണ്ടുവന്നത് എന്തെല്ലാം? ജനങ്ങൾ കാഴ്ചദ്രവ്യങ്ങളായി കൊണ്ടുവന്നത് എന്തെല്ലാം? അച്ചാർ ഭരണികൾ, വറ്റൽക്കൂടുകൾ, സൗന്ദര്യവർദ്ധിത വസ്തുക്കൾ, മുറുക്കുകൾ, ഉമിക്കരി, കുപ്പിയിലടച്ച വെള്ളം എന്നിവ. അച്ചാർ ഭരണികൾ, വറ്റൽക്കൂടുകൾ, സൗന്ദര്യവർദ്ധിത വസ്തുക്കൾ, മുറുക്കുകൾ, ഉമിക്കരി, കുപ്പിയിലടച്ച വെള്ളം എന്നിവ. ജനങ്ങൾ കാഴ്ചദ്രവ്യങ്ങളായി കൊണ്ടുവന്നത് എന്തെല്ലാം? അച്ചാർ ഭരണികൾ, വറ്റൽക്കൂടുകൾ, സൗന്ദര്യവർദ്ധിത വസ്തുക്കൾ, മുറുക്കുകൾ, ഉമിക്കരി, കുപ്പിയിലടച്ച വെള്ളം എന്നിവ. ആചാരപ്രകാരം കൊണ്ടുവരേണ്ട കാഴ്ചദ്രവ്യങ്ങൾ എന്തെല്ലാം? ആചാരപ്രകാരം കൊണ്ടുവരേണ്ടുന്ന കാഴ്ചദ്രവ്യങ്ങൾ എന്തെല്ലാം? നെല്ല്, തേങ്ങ, വെള്ളരി, പയർ, പാവയ്ക്ക, വാഴക്കുല എന്നിവ. നെല്ല്, തേങ്ങ, വെള്ളരി, പയർ, പാവയ്ക്ക, വാഴക്കുല എന്നിവ. ആചാരപ്രകാരം കൊണ്ടുവരേണ്ടുന്ന കാഴ്ചദ്രവ്യങ്ങൾ എന്തെല്ലാം? നെല്ല്, തേങ്ങ, വെള്ളരി, പയർ, പാവയ്ക്ക, വാഴക്കുല എന്നിവ. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ കുഞ്ഞുങ്ങളെ? ടീച്ചർ അടുത്ത ഭാഗം വായിച്ച് ആശയം പറയുകയാണ്. ശ്രദ്ധിക്കുമല്ലോ. രാജാവ്: നമ്മുടെ രാജ്യത്ത് കൃഷി ചെയ്ത വസ്തുവല്ലെങ്കിൽ കൊണ്ടുപോയിക്കൊള്ളൂ. സഞ്ചാരി: തിരുമേനി, നമ്മുടെ രാജ്യത്തോ അയൽ രാജ്യത്തോ ഉള്ള ഒരു വസ്തുവല്ല അടിയൻ കാഴ്ചവെക്കുന്നത്. എന്താണെന്ന് അടിയനും വ്യക്തമല്ല. ഒറ്റ നോട്ടത്തിൽ ഒരു വിശിഷ്ട വസ്തുവാണെന്നറിയാം. രാജാവ്: മന്ത്രി, എന്താണെന്ന് നോക്കൂ. മന്ത്രിയും സൈന്യാധിപനും പരിശോധിക്കുന്നു. സൈന്യാധിപൻ പറയുന്നു. സൈന്യാധിപൻ: തിരുമനസേ, ഏതോ ധാന്യം തന്നെയാണിത്. ഉറുമ്പുകൾ തുരന്നിട്ടുണ്ട്. രാജാവ് പരിശോധിക്കുന്നു. മനസ്സിലായില്ലെന്ന ഭാവത്തിൽ തലയാട്ടുന്നു. സൈന്യാധിപൻ നഖം കൊണ്ട് ചുരണ്ടി നോക്കുന്നു. ആ പൊടി രുചിച്ചിട്ട്, മഹാരാജൻ, ഞാൻ പറഞ്ഞത് ശരി തന്നെ. ഏതോ ധാന്യമാണിത്. നെല്ലരിയുടെ സ്വാദുണ്ട്. രാജാവ് സഞ്ചാരിയോട്: തനിക്കിത് എവിടെ നിന്ന് ലഭിച്ചു? സഞ്ചാരി: നമ്മുടെ നദിക്കരയിൽ നിന്ന്. അവിടെ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളാണ് എനിക്കിത് എടുത്തു തന്നത്. രാജാവും മന്ത്രിയും ആലോചിച്ചു നിൽക്കുന്നു.
രാജാവ്: മന്ത്രി, നമുക്ക് ഗ്രാമത്തിലെ കൃഷിക്കാരോട് ചോദിക്കാം, അവർക്കറിയാതിരിക്കില്ല. ഗ്രാമത്തിലെ ഏറ്റവും പ്രായമുള്ള കൃഷിക്കാരനെ കൂട്ടിക്കൊണ്ടുവരട്ടെ. സൈന്യാധിപൻ ഒരു ഭടനെ നിയോഗിക്കുന്നു. വെളിച്ചം മങ്ങുന്നു, ഇരുട്ട്. ടീച്ചർ ഒരിക്കൽ കൂടെ വായിക്കുകയാണ്, ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. രാജാവ്: നമ്മുടെ രാജ്യത്ത് കൃഷി ചെയ്ത വസ്തുവല്ലെങ്കിൽ കൊണ്ടുപോയിക്കൊള്ളൂ. സഞ്ചാരി: തിരുമേനി, നമ്മുടെ രാജ്യത്തോ അയൽ രാജ്യത്തോ ഉള്ള ഒരു വസ്തുവല്ല അടിയൻ കാഴ്ചവെക്കുന്നത്. എന്താണെന്ന് അടിയനും വ്യക്തമല്ല. ഒറ്റ നോട്ടത്തിൽ ഒരു വിശിഷ്ട വസ്തുവാണെന്നറിയാം. രാജാവ്: മന്ത്രി, എന്താണെന്ന് നോക്കൂ. മന്ത്രിയും സൈന്യാധിപനും പരിശോധിക്കുന്നു. സൈന്യാധിപൻ പറയുന്നു. സൈന്യാധിപൻ: തിരുമനസേ, ഏതോ ധാന്യം തന്നെയാണിത്. ഉറുമ്പുകൾ തുരന്നിട്ടുണ്ട്. രാജാവ് പരിശോധിക്കുന്നു. മനസ്സിലായില്ലെന്ന ഭാവത്തിൽ തലയാട്ടുന്നു. സൈന്യാധിപൻ നഖം കണ്ട് ചുരണ്ടി നോക്കുന്നു. ആ പൊടി രുചിച്ചിട്ട്, മഹാരാജൻ, ഞാൻ പറഞ്ഞത് ശരി തന്നെ. ഏതോ ധാന്യമാണിത്. നെല്ലരിയുടെ സ്വാദുണ്ട്. രാജാവ് സഞ്ചാരിയോട്: തനിക്കിത് എവിടെ നിന്ന് ലഭിച്ചു? സഞ്ചാരി: നമ്മുടെ നദിക്കരയിൽ നിന്ന്. അവിടെ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളാണ് എനിക്കിത് എടുത്തു തന്നത്. രാജാവും മന്ത്രിയും ആലോചിച്ചു നിൽക്കുന്നു. രാജാവ്: മന്ത്രി, നമുക്ക് ഗ്രാമത്തിലെ കൃഷിക്കാരോട് ചോദിക്കാം, അവർക്കറിയാതിരിക്കില്ല. ഗ്രാമത്തിലെ ഏറ്റവും പ്രായമുള്ള കൃഷിക്കാരനെ കൂട്ടിക്കൊണ്ടുവരട്ടെ. സൈന്യാധിപൻ ഒരു ഭടനെ നിയോഗിക്കുന്നു. വെളിച്ചം മങ്ങുന്നു, ഇരുട്ട്. കുഞ്ഞുങ്ങളെ, സഞ്ചാരിയുടെ പൊതി കണ്ടപ്പോൾ രാജാവിന് ദേഷ്യം വന്നല്ലോ. രാജാവ് ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു, നമ്മുടെ രാജ്യത്ത് വിളയിച്ച സാധനമാണെങ്കിൽ മാത്രം കാഴ്ചവെച്ചാൽ മതിയെന്ന്. അപ്പോൾ ആ സഞ്ചാരി ശാന്തനായി പറഞ്ഞു, വളരെ ക്ഷമയോട് പറഞ്ഞു, തിരുമേനി, നമ്മുടെ രാജ്യത്തിലോ അയൽ രാജ്യത്തിലോ ഉള്ള ഒരു വസ്തുവല്ല അടിയൻ കാഴ്ചവെക്കുന്നത്. ആ സഞ്ചാരി എന്താണ് പറഞ്ഞത്? സഞ്ചാരി വളരെ ശാന്തനായിട്ട് പറഞ്ഞു, അല്ലയോ തിരുമേനി, ഞാൻ നമ്മുടെ രാജ്യത്തോ അയൽ രാജ്യത്തോ ഉള്ള ഒരു വസ്തുവല്ല അടിയൻ കാഴ്ചവെക്കുന്നതെന്ന് പറഞ്ഞു. ഈ സാധനം എന്താണെന്ന് അടിയനും വ്യക്തമല്ല. അടിയൻ കാഴ്ചവെക്കുന്ന വസ്തു എന്ത് സാധനമാണെന്ന് അടിയനും അറിഞ്ഞുകൂടാ. ഒറ്റ നോട്ടത്തിൽ ഇതൊരു വിശിഷ്ട വസ്തുവാണെന്നറിയാം. ഒറ്റ നോട്ടത്തിൽ ഇതൊരു ശ്രേഷ്ഠമായ ഒരു മികച്ച വസ്തുവാണെന്ന് അറിയാം. ദേഷ്യപ്പെട്ട രാജാവിനോട് ശാന്തനായിട്ട് ആ സഞ്ചാരി പറഞ്ഞു, തിരുമേനി, ഇത് നമ്മുടെ രാജ്യത്തോ അയൽ രാജ്യത്തോ ഉള്ള ഒരു വസ്തു അല്ല അടിയൻ കാഴ്ചവെക്കുന്നത്. എന്താണെന്ന് അടിയനും വ്യക്തമല്ല. ഒറ്റ നോട്ടത്തിൽ ഇതൊരു വിശിഷ്ട വസ്തുവാണെന്നറിയാമെന്ന് ആ സഞ്ചാരി വിനയത്തോട് പറഞ്ഞു. രാജാവ് മന്ത്രിയോട് അത് എന്താണെന്ന് നോക്കാൻ പറയുന്നു. രാജാവ് മന്ത്രിയോട് എന്തോന്ന് പറഞ്ഞു? ആ പൊതിയിലിരിക്കുന്ന സാധനം എന്താണെന്ന് നോക്കാൻ പറഞ്ഞു. മന്ത്രിയും സൈന്യാധിപനും അത് എന്തു സാധനമാണെന്ന് പരിശോധിച്ചു. ആരൊക്കെയാണ് ആ സാധനം എന്താണെന്ന് പരിശോധിച്ചത്? മന്ത്രിയും സൈന്യാധിപനും ചേർന്ന് ആ സാധനം എന്താണെന്ന് പരിശോധിച്ചു. കുഞ്ഞുങ്ങളെ, ഈ സാധനം സൈന്യാധിപൻ പരിശോധിച്ചിട്ട് പറഞ്ഞു, ഇത് ഏതോ ഒരു ധാന്യമാണ്. കാരണം ഇതിനെ ഉറുമ്പ് തുരന്നിട്ടുണ്ട്. തുടർന്ന് രാജാവും പരിശോധിച്ചു. പക്ഷേ രാജാവിനൊന്നും മനസ്സിലായില്ല. സൈന്യാധിപൻ എന്താ പറഞ്ഞത്? ഇതേതോ ഒരു ധാന്യമാണ്, കാരണം ഇതിൽ ഉറുമ്പ് തുരന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. രാജാവ് നോക്കിയിട്ട് രാജാവിന് ഒന്നും മനസ്സിലായില്ല. സൈന്യാധിപൻ വീണ്ടും നഖം കൊണ്ട് ചുരണ്ടി നോക്കിയിട്ട് ആ പൊടി വീണ്ടും രുചിച്ചു നോക്കി. സൈന്യാധിപൻ എന്തു ചെയ്തു? ആ സാധനത്തെ, ആ ധാന്യത്തെ നഖം കൊണ്ട് ചുരണ്ടി നോക്കി. എന്നിട്ട് പൊടി രുചിച്ചു നോക്കി. ഇത് ഏതോ ധാന്യമാണെന്ന് വീണ്ടും പറഞ്ഞു. ഇതിന് നെല്ലരിയുടെ രുചിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. സൈന്യാധിപൻ എന്താ പറഞ്ഞത്? സൈന്യാധിപൻ എന്താണ് പറഞ്ഞത്? സൈന്യാധിപൻ ആ ധാന്യത്തെ നഖം കൊണ്ട് ചുരണ്ടി നോക്കി, ആ പൊടി രുചിച്ചു നോക്കിയിട്ട് ഇത് ഏതോ ധാന്യമാണെന്ന് പറഞ്ഞു. ഇതിന് നെല്ലരിയുടെ രുചിയാണെന്നും അദ്ദേഹം പറഞ്ഞു. കുഞ്ഞുങ്ങളെ,
രാജാവ് സഞ്ചാരിയോട് തനിക്കിത് എവിടെ നിന്ന് ലഭിച്ചതെന്ന് ചോദിച്ചു. സഞ്ചാരി നദിക്കരയിൽ നിന്ന് ലഭിച്ചു എന്ന് പറഞ്ഞു. അത് അവിടെ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളാണ് നൽകിയതെന്നും പറഞ്ഞു. സഞ്ചാരിക്ക് അത് ആരാണ് നൽകിയത്? നദിക്കരയിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളാണ് ആ ധാന്യം നൽകിയത്. സഞ്ചാരിക്ക് ധാന്യം നൽകിയത് ആരാണ്? നദിക്കരയിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളാണ് ആ ധാന്യം നൽകിയത്. മന്ത്രിയും രാജാവും കുറേ നേരം ആലോചിച്ചു നിന്നു. അപ്പോൾ മന്ത്രി പറഞ്ഞു, നമുക്ക് ഗ്രാമത്തിലെ കൃഷിക്കാരോട് ചോദിക്കാമെന്ന്. മന്ത്രി എന്താ പറഞ്ഞത്? നമുക്ക് ഗ്രാമത്തിലെ കൃഷിക്കാരോട് ചോദിക്കാമെന്ന് പറഞ്ഞു. അവർക്ക് അറിയാതിരിക്കില്ല, ഗ്രാമത്തിലെ പ്രായമുള്ള കൃഷിക്കാർക്ക് ഇത് എന്താണെന്ന് അറിയാതിരിക്കുകയില്ല എന്ന് മന്ത്രി പറഞ്ഞു. ഗ്രാമത്തിലെ ഏറ്റവും പ്രായമുള്ള കൃഷിക്കാരനെ കൂട്ടിക്കൊണ്ട് വരട്ടെ എന്ന് ചോദിച്ചു. ഗ്രാമത്തിലെ ഏറ്റവും പ്രായമുള്ള കൃഷിക്കാരനെ കൂട്ടിക്കൊണ്ട് വരട്ടെ എന്ന് ചോദിച്ചു. സൈന്യാധിപൻ ഒരു ഭടനെ അതിനുവേണ്ടി നിയോഗിച്ചു. പ്രായമുള്ള കൃഷിക്കാരനെ കൂട്ടിക്കൊണ്ടുവരാൻ സൈന്യാധിപൻ ഒരു ഭടനെ നിയോഗിക്കുക, ചുമതലപ്പെടുത്തുക. സൈന്യാധിപൻ പ്രായമുള്ള കൃഷിക്കാരനെ കൂട്ടിക്കൊണ്ടുവരാൻ ആരെയാണ് ചുമതലപ്പെടുത്തിയത്? ഒരു ഭടനെ ചുമതലപ്പെടുത്തി. ഇതോടെ ഒരു രംഗം അവസാനിക്കുന്നു. കുഞ്ഞുങ്ങളെ, ആ ഭടൻ ആരെ കൂട്ടിക്കൊണ്ട് വന്നെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഇതുവരെയുള്ള ഭാഗം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ ഭാഗത്തിലുള്ള അർത്ഥവും ഉത്തരം എഴുതുകയും ടീച്ചർ പറയുകയാണ്. അർത്ഥം: സഞ്ചാരി, പതിവായി യാത്ര ചെയ്യുന്ന ആൾ. സഞ്ചാരി, പതിവായി യാത്ര ചെയ്യുന്ന ആൾ. ക്രുദ്ധൻ, കോപിച്ചവൻ. ധാന്യം, നെല്ല്, ഗോതമ്പ് തുടങ്ങിയവ. നിയോഗം, ചുമതല. ക്രുദ്ധൻ, കോപിച്ചവൻ, ധാന്യം, നെല്ല്, ഗോതമ്പ് തുടങ്ങിയവ. നിയോഗം, ചുമതല. സഞ്ചാരി കൊണ്ടുവന്ന കാഴ്ചവസ്തു ധാന്യമാണെന്ന് മനസ്സിലാക്കിയത് എങ്ങനെ? സൈന്യാധിപൻ നഖം കൊണ്ട് ചുരണ്ടു നോക്കിയ പൊടി രുചിച്ചിട്ടാണ് സഞ്ചാരി കൊണ്ടുവന്ന കാഴ്ചവസ്തു ധാന്യമാണെന്ന് മനസ്സിലാക്കിയത്. സൈന്യാധിപൻ നഖം കൊണ്ട് ചുരണ്ടി നോക്കി പൊടി രുചിച്ചിട്ടാണ് സഞ്ചാരി കൊണ്ടുവന്ന കാഴ്ചവസ്തു ധാന്യമാണെന്ന് മനസ്സിലാക്കിയത്. സൈന്യാധിപൻ നഖം കൊണ്ട് ചുരണ്ടി നോക്കി പൊടി രുചിച്ചിട്ടാണ് സഞ്ചാരി കൊണ്ടുവന്ന കാഴ്ചവസ്തു ധാന്യമാണെന്ന് മനസ്സിലാക്കിയത്. സഞ്ചാരി കൊണ്ടുവന്ന കാഴ്ചവസ്തു ധാന്യമാണെന്ന് മനസ്സിലാക്കിയതെങ്ങനെ? സൈന്യാധിപൻ നഖം കൊണ്ട് ചുരണ്ടു നോക്കിയ പൊടി രുചിച്ചിട്ടാണ് സഞ്ചാരി കൊണ്ടുവന്ന കാഴ്ചവസ്തു ധാന്യമാണെന്ന് മനസ്സിലാക്കിയത്. കുഞ്ഞുങ്ങളെ, ടീച്ചർ ഈ പാഠത്തിൻ്റെ ആശയം ചുരുക്കി പറയുകയാണ്, ശ്രദ്ധിച്ചു കേൾക്കണം. ലോക പ്രശസ്ത എഴുത്തുകാരനായ ലിയോ ടോൾസ്റ്റോയുടെ ഇത്ര വലിയ നെന്മണിയോ എന്ന ചെറുകഥയെ ആസ്പദമാക്കി രചിച്ചതാണ് നെന്മണി എന്ന നാടകം. ഈ നാടകത്തിൽ ആദ്യ രംഗമാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ആദ്യ രംഗത്തിലെ പ്രധാന കഥാപാത്രങ്ങളാണ് രാജാവ്, മന്ത്രി, സൈന്യാധിപൻ, സഞ്ചാരി എന്നിവർ. കാർഷിക ആചാരം അനുസരിച്ച് കാഴ്ചദ്രവ്യങ്ങൾ അർപ്പിക്കാനായി ജനങ്ങൾ വന്ന് കാഴ്ചവെച്ച് മടങ്ങുന്നു. കുറേ സമയം കഴിഞ്ഞപ്പോൾ മന്ത്രി അത് തുറന്നു നോക്കുന്നു. അതിൽ കണ്ടത് അച്ചാർ ഭരണികൾ, വറ്റൽക്കൂടുകൾ, മുറുക്കുകൾ, സൗന്ദര്യവർദ്ധിത വസ്തുക്കൾ, ഉമിക്കരി, കുപ്പിയിലടച്ച വെള്ളം എന്നിവയാണ്. ഇത് കണ്ട് മന്ത്രി ഞെട്ടുന്നു. രാജാവിനാണെങ്കിൽ ദേഷ്യവും വന്നു. മന്ത്രിയോട് ചോദിച്ചു, കാർഷിക ആചാരം അനുസരിച്ച് നെല്ല്, തേങ്ങ, പയർ, വെള്ളരി, പാവയ്ക്ക,
വാഴക്കുല എന്നിവയല്ലേ സമർപ്പിക്കേണ്ടത്. ഇത് അധപ്പതനം തന്നെ എന്ന് പറഞ്ഞ് രാജാവ് തല താഴ്ത്തിയിരിക്കുന്നു. ആ സമയത്ത് ഒരു സഞ്ചാരി അവിടെ എത്തുന്നു. അയാളുടെ പക്കൽ ഒരു പൊതിയുണ്ട്. അത് സമർപ്പിക്കാനാണ് ആ സഞ്ചാരി അവിടെ എത്തിയത്. രാജാവ് കുപിതനായിട്ട് പറഞ്ഞു, നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്ത സാധനമല്ലെങ്കിൽ കൊണ്ടുപോയിക്കൊള്ളൂ. സഞ്ചാരി ക്ഷമയോട് പറഞ്ഞു, തിരുമനസ്സേ, ഇതെന്താണെന്ന് അടിയനു പോലും അറിയില്ല. പക്ഷേ ഇതൊരു വിശിഷ്ട വസ്തുവാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. രാജാവ് മന്ത്രിയോട് അത് എന്തെന്ന് പരിശോധിക്കാൻ പറഞ്ഞു. സൈന്യാധിപനും മന്ത്രിയും കൂടെ ആ സാധനം പരിശോധിച്ചു. സൈന്യാധിപൻ നഖം കൊണ്ട് ചുരണ്ടിയ പൊടി രുചിച്ചിട്ട് പറഞ്ഞു, ഇത് ഏതോ ധാന്യമാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. ഇത് എന്താണെന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി രാജാവും മന്ത്രിയും കുറച്ചു നേരം ആലോചിച്ചു. എന്നിട്ട് അവർ പറഞ്ഞു, നമുക്ക് ഗ്രാമത്തിലെ കൃഷിക്കാരോട് ചോദിക്കാമെന്ന്. രാജാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് പ്രായമുള്ള കൃഷിക്കാരനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി സൈന്യാധിപൻ ഒരു ഭടനെ ചുമതലപ്പെടുത്തി. ഇതുവരെയാണ് നാം പഠിച്ചത്. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ഈ പാഠം മനസ്സിലായെന്ന് ടീച്ചർ പ്രതീക്ഷിക്കുന്നു. ടീച്ചർ നോട്ട് അയച്ചു തരും. ഭംഗിയായി എഴുതിയെടുക്കുക. കോപ്പി ടെസ്റ്റിൽ ഒരു പേജ് കോപ്പി എഴുതുക. വീട്ടിൽ തന്നെ ഇരിക്കുക. സുരക്ഷിതരായിരിക്കുക. നന്ദി.